ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഉമ്മയുടെ ഒരു കൃഷി വിളവെടുക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മാടെന്ന് പറയുന്നുണ്ട് എടി തറ കിടക്കുന്ന ഉള്ളി പറക്കാൻ പോകാമെന്ന് പറയടി. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുന്ന ബൾബ് എത്തിയതുപോലെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവനാണ് ഫ്രാഷൻ മുട്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ രാവിലെ പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തറ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അവനെ എല്ലാം ഉള്ളി പറക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. നോക്കിയപ്പോൾ ദാണ്ട കിടക്കുന്ന രണ്ട് കളറിൽ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കർഷക സ്ത്രീയായ താത്ത പറഞ്ഞത് ഇതിന് രണ്ട് ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുകളിൽ കിടക്കുന്ന 2-3 കൂടെ പുള്ളി പറക്കി എടുക്കാം. അങ്ങനെ കാടും മലയൊക്കെ കടന്ന് നമുക്ക് വീട്ടിലോട്ട് പോയാൽ ശരിക്കും പറഞ്ഞത് കാടും മടയല്ലോ. പക്ഷേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകോശമാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് രണ്ട് കളറാണെന്ന് കാണിക്കാൻ പിടിച്ചതാണ്. അപ്പോഴത്തേക്ക് ദാണ്ടറ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ കട്ട് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്ക് രണ്ടിനും ഏകദേശം ഒരു കളറൊക്കെ തന്നെ തൊട്ട് നോക്കി വെച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ അതിലും ഒരു തന്നെ എന്നെ പറ്റിച്ച് കണ്ട വെളുത്ത് വെള്ളപ്പാറ്റയെ പോലെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ദാണ്ടറ എല്ലാം കൂടെ നുള്ളിപ്പറക്കി ഒരു രണ്ടാമിനകത്തോട്ട് എനിക്ക് സമാധാനം, എനിക്ക് അപ്പം തന്നെ എല്ലാം തിന്നണം. അപ്പോഴത്തേക്ക് അതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്ത് നല്ലപോലെ അങ്ങോട്ട് കലക്കി എടുക്കുക. കുറച്ച് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കണം. ആ തണുപ്പ് എനിക്ക് പോരാത്തതുകൊണ്ട് കുറച്ച് ഐസും കൂടെ ഞാൻ അതിൻ്റെ മണ്ടയ്ക്കോട്ട് തട്ടിയിടുന്നുണ്ട്. നിങ്ങൾക്ക് തണുപ്പ് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് നമുക്കൊരു പാഷന് വേണ്ടിയിട്ട് നമുക്ക് പാഷൻ കൂടെ നമ്മുടെ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല കളറല്ലേ, ഞാൻ കളർ ഇട്ടതല്ല, അതിൻ്റെ കളർ തന്നെ. അപ്പോൾ അത്രകളൊക്കെ ബൈ ടാറ്റാ.